എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. ദൈവത്തെ അറിയുക എന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു വീഡിയോ കാണാൻ വന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ ആർദ്രമായിട്ട് ക്ഷണിച്ചുകൊള്ളുകയാണ്. ഈ വീഡിയോ കാണുന്നതിൻ്റെ മുന്നോടിയായിട്ട്, ദൈവത്തെ അറിയുക എന്ന ടോപ്പിക്കിൻ്റെ മുന്നോടിയായിട്ട് ഇനി നിങ്ങളോട് കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇത് ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് മാത്രമേ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളും കൂടി ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. കാരണം നമ്മൾ ചെറുപ്പം മുതലേ ദൈവത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഓരോ മതവിശ്വാസ പ്രകാരം ഓരോ രീതിയിലാണ് ഓരോരുത്തർ ദൈവത്തെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. എങ്കിൽ യാഥാർത്ഥ്യത്തിലുള്ള ദൈവം ആരാണ് എന്നുള്ളത്, അല്ലെങ്കിൽ യഥാർത്ഥ ദൈവം ആരാണ് എന്നുള്ളതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ ആ ഒരു വിഷയത്തിലോട്ട് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ഒന്നേ ഉള്ളൂ, അത് ഏകനാണ്. അത് എല്ലാ മതങ്ങളിലും പറയുന്നത് ദൈവത്തിൻ്റെ ഏകത്വം തന്നെയാണ്. അത് ഹിന്ദു മതമായാലും ക്രിസ്ത്യൻ മതമായാലും മുസ്ലിം മതമായാലും എല്ലാത്തിലും ഏക ദൈവത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ഒന്നേ ഉള്ളൂ, ആ ദൈവത്തിന് നാമങ്ങൾ പലതാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം ആരാണ്? ദൈവം മനുഷ്യനുമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? എങ്കിൽ അത് ഏത് മുഖേനയാണ് ദൈവം മനുഷ്യനുമായിട്ട് സംസാരിച്ചിട്ടുള്ളത്? ദൈവത്തെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ദൈവവുമായിട്ട് ആരെങ്കിലും ഡയറക്റ്റ് സംസാരിച്ചിട്ടുണ്ടോ? ഇത്തരം വിഷയങ്ങളെല്ലാം തന്നെ വളരെ വലിയ രീതിയിൽ നമ്മൾ റിസർച്ച് ചെയ്യേണ്ടത് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ദൈവിക ഗ്രന്ഥങ്ങൾ വഴി വന്നിട്ടുള്ള എല്ലാ മതങ്ങളും സത്യം തന്നെയാണ്. പക്ഷേ അതിൽ മനുഷ്യന്റെ കൈകടത്തലുകൾ വന്നുപോയി എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കൈകടത്തലുകൾ വന്നു ചേർന്നിട്ടില്ലെങ്കിൽ ദൈവിക ഗ്രന്ഥങ്ങളിലൂടെ സ്ഥാപിക്കപ്പെട്ട എല്ലാ മതങ്ങളും ശരിയാണ്, സർവ്വമതങ്ങളും ശരി തന്നെയാണ്. പക്ഷേ എല്ലാ മതങ്ങളും ശരിയാണ് എന്ന് പറയുമ്പോൾ എല്ലാ മതവിശ്വാസികളും പിൻപറ്റുന്നത് ഒരു ദൈവത്തെ ആണോ എന്നുള്ളതാണ് നമ്മൾ റിസർച്ച് ചെയ്യേണ്ടത്. ഞാൻ ഈ ഒരു ടോപ്പിക്ക് വളരെ വിശാലമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ദൈവത്തെ അറിയാൻ താല്പര്യമുള്ളവർ, അത് ഏത് മതത്തിലുള്ള വ്യക്തികൾക്കും ഇതിലൂടെ നിങ്ങൾക്ക് ദൈവത്തെ അറിയാൻ സാധിക്കുമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ്. കാരണം ദൈവത്തെ ഏതെങ്കിലും ഗ്രന്ഥങ്ങളിലൂടെയോ പുസ്തകങ്ങളിലൂടെയോ അല്ലെങ്കിൽ ഒരു ചാനലിലൂടെയോ കണ്ടെത്തേണ്ടതല്ല. ദൈവത്തെ കണ്ടെത്തേണ്ടത് ആത്മീയതയിലൂടെയാണ്. നിങ്ങൾക്ക് ദൈവത്തോടുള്ള സ്നേഹമാണ് എല്ലാ മതങ്ങളെക്കാളും വലുത്. എല്ലാ മതങ്ങളുടെയും സത്യവും അത് തന്നെയാണ്. ദൈവിക പ്രകാശം നേർമാർഗത്തിലേക്കുള്ള വഴിയാണ് കാണിക്കുന്നത്, അതൊരു വിളക്കാകുന്നു. എല്ലാ മതങ്ങളിലും പണ്ഡിതന്മാരുണ്ട്. ഈ മതങ്ങൾ എന്ന് പറയുന്നത് കപ്പലുകൾ പോലെയാണ്. അപ്പോൾ ഈ കപ്പലിന് വഴി തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മതപണ്ഡിതന്മാർ അതിൻ്റെ നാവികരായിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ എന്തെങ്കിലും ഒന്നിന് തകരാറ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ കപ്പലുകൾക്ക് യഥാസ്ഥാനത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ തകർന്ന മതങ്ങളെ അല്ലെങ്കിൽ തകർന്ന കപ്പലുകളെയൊക്കെ എന്ത് ചെയ്യും? ആത്മീയമായിട്ട് കഴിവുള്ള വ്യക്തികൾ, ഗുരുവര്യന്മാർ അല്ലെങ്കിൽ ഋഷിമാർ, മുനിമാർ, ഔലിയാക്കൾ എന്നൊക്കെ ഇങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യും? അവരത് കറക്റ്റ് കരയ്ക്ക് കൊടുന്ന് വരും, കരയിലെത്തിക്കാൻ അവർ സഹായിക്കും. കാരണം അവർക്ക് എന്തുണ്ട്? ആത്മീയമായിട്ടുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പല ഗ്രന്ഥങ്ങളിലും ദൈവം മനുഷ്യനുമായിട്ട് സംസാരിച്ചു. കാരണം ദൈവത്തിന്റെ ഭാഷ ഏതാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന് കുറെ മാലാകന്മാരുണ്ട്. അപ്പോൾ അതിന് ക്രിസ്ത്യൻ ഇതിൽ മാലാകന്മാർ എന്ന് വിളിക്കും, മുസ്ലിം വിഭാഗത്തിൽ മലക്കുകൾ എന്ന് വിളിക്കും, പിന്നെ ഹിന്ദു ഗ്രന്ഥങ്ങളിൽ അതിന് ദേവന്മാർ എന്നൊക്കെ വിളിക്കും. അപ്പോൾ ദൈവത്തിന്റെ ദാസന്മാര് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെയുള്ള ലോകത്തിൽ മുഴുവൻ വന്നിട്ടുള്ള എല്ലാ മനുഷ്യർക്കും പ്രയോജനകരമായിട്ടുള്ള രീതിയിൽ അതാത് കാലഘട്ടത്തിൽ ഓരോ ദൈവിക ഗ്രന്ഥങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? മനുഷ്യനുമായി സംസാരിക്കുവാൻ ദൈവം ഓരോ പ്രവാചകന്മാരിലോട്ടും അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിലുള്ള ആളുകളിലോട്ടും ദൈവം എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ കാലഘട്ടം വളരെ പിന്നോട്ട് നോക്കുകയാണെങ്കിൽ ആദം നബിയിലൂടെയാണ് ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഉണ്ടായത് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് വർഷങ്ങൾ ബാക്കിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ആ ഒരു കാര്യം സംഭവിച്ചിട്ടുള്ളത്. അതിനുശേഷം പല പ്രവാചകന്മാരും വന്നു, ഇതിലൂടെ ദൈവിക ഗ്രന്ഥങ്ങളും വന്നു. ഇപ്പോൾ ഇഞ്ചീൽ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്, തോറ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്, ബൈബിൾ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്, അതുപോലെ തന്നെ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. അങ്ങനെ എല്ലാ മതങ്ങളിലും എന്തുണ്ട്? ഗ്രന്ഥങ്ങളുണ്ട്. പക്ഷേ ഈ ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ ദൈവമാണ് സംസാരിച്ചിട്ടുള്ളത്. ദൈവം സംസാരിച്ചപ്പോൾ ദൈവം എന്താണ് അതിൽ ഉദ്ദേശിച്ചത് എന്ന് അത്
മനസ്സിലാക്കുന്ന ആളുകൾക്ക് മാത്രമേ അത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ, ബൈബിളിൽ ചില വചനങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ പലരും പല രീതിയിലാണ് നിർവചിക്കുക. ഖുർആനിലെ ഒരു വചനം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനെ യഥാർത്ഥ അർത്ഥമുണ്ട്. പക്ഷേ ഈ അർത്ഥം ഏത് സന്ദർഭമാണ്, എന്താണ് അവിടെ ദൈവം ഉദ്ദേശിച്ചത് എന്നുള്ളത് ദൈവത്തിന്റെ ഭാഷ അറിയുന്നവർക്കേ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ദൈവത്തിന്റെ ഭാഷ ഏതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളൊരു മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഒരു ഡോക്ടർ എഴുതിയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷന് നിങ്ങൾ ആ മെഡിക്കൽ സ്റ്റോറിൽ കൊടുക്കുമ്പോൾ അവിടെ നിന്നും ആ മെഡിക്കൽ സ്റ്റോറിലുള്ള വ്യക്തി ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മരുന്നെടുത്ത് തരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ട് അവിടെ ആ ഒരു ഡോക്ടർ എഴുതിയ ആ ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് വായിക്കാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ കയ്യിലൊക്കെ ഡോക്ടർമാർ എഴുതി തരുന്ന ഡിസ്ക്രിപ്ഷൻസ് നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല. കാരണം ഇതേ സാധനം നമ്മൾ മെഡിക്കൽ സ്റ്റോറിലുള്ള വ്യക്തിക്ക് കൊണ്ടു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവർക്ക് വളരെ സിമ്പിൾ ആയിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കാരണം എന്താണ്, അവർക്ക് എന്താണ് എഴുതിയത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ അതിനുള്ള നോളജ് അവർ ഓൾറെഡി പഠിച്ചു വെച്ചു എന്നുള്ളതാണ്. അപ്പൊ ദൈവം എഴുതിയിട്ടുള്ള കാര്യങ്ങൾ, ദൈവത്തിന്റെ വാക്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ദൈവത്തിന്റെ ഭാഷ പഠിച്ചിട്ടുള്ള ആളുകളിൽ നിന്നും നമ്മൾ അത് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞത് നിങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിലായി എന്നുള്ളത് എനിക്കറിയില്ല. വളരെ സിമ്പിളാണ്. ഖുർആനിലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ചെറുപ്പം മുതലേ ഖുർആന് ഓതിയിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് വളരെ വിശാലമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. പക്ഷെ അത് ഐഡന്റിഫൈ ചെയ്യാൻ, ഗ്രഹിക്കാൻ ഒരു പക്ഷേ എനിക്കത് കറക്റ്റായിട്ടുള്ള ഗുരുവര്യന്മാരിൽ നിന്നും ലഭിക്കാത്തതിനാലായിരിക്കാം എനിക്ക് ആ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ഏജ് ഓഫ് ഇതിൽ എനിക്കത് ഗ്രഹിക്കാൻ സാധിക്കാതിരുന്നത്. ഇപ്പോഴും നമുക്ക് പല ആപ്പുകൾ വഴിയും ഇന്റർനെറ്റ് വഴിയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഖുർആനിന്റെ തർജ്ജമയും ബൈബിളിന്റെ തർജ്ജമയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പല ഗ്രന്ഥങ്ങളിലും ദൈവം സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ മനുഷ്യന്റെ കൈകടത്തലുകൾ വന്നുപോയി എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞത്. പിന്നീട് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ വന്നുപോയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ കൈകടത്തലുകൾ വന്നുപോയി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ദൈവം പറഞ്ഞു, ദൈവത്തിന്റെ അവസാനമായിട്ടുള്ള ഗ്രന്ഥം വന്നത് ഖുർആനാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഖുർആൻ എന്ന് പറയുന്നത് ഒരു മതവിശ്വാസി അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം മതക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഗ്രന്ഥമല്ല. അതാണ് നമ്മൾ ആദ്യം ഉൾക്കൊള്ളേണ്ടത്. കാരണം ഇത് ലോകത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള, എല്ലാ മതവിഭാഗങ്ങളിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മാർഗദർശനമാണ് ഖുർആനിലൂടെ ദൈവം പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു പ്രത്യേക മതവിഭാഗത്തിന്, അത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നിടത്താണ് പ്രശ്നം വരുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കുമെങ്കിൽ, അത് ദൈവം സംസാരിച്ച ഗ്രന്ഥമാണ് എന്ന് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമെങ്കിൽ, നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾക്കത് വളരെ ഉപകാരപ്പെടും. കാരണം ദൈവം പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുള്ളത്, വാഗ്ദാനം പറഞ്ഞിട്ടുള്ളത് ആ ഒരു ഗ്രന്ഥത്തിന് മാത്രമാണ് പ്രൊട്ടക്ഷൻ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിലുള്ള ഹദീസുകൾക്കോ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഹദീസുകൾക്ക് ഏകദേശം 1400-1500 വർഷങ്ങളായിട്ടുള്ള ഹദീസുകൾക്കൊന്നും തന്നെ ദൈവം എന്ത് ചെയ്തിട്ടില്ല? പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ഖുർആനിലോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം സംസാരിച്ചിട്ടുള്ള, ദൈവം പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം. കാരണം ഇവിടെയുള്ള ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ഞാൻ ഒരു പ്രത്യേക വിഭാഗത്തെ എടുത്ത് പറയുന്നില്ല, എങ്കിലും ഒരുപാട് വിഭാഗങ്ങൾ, മുസ്ലിം സംഘടനകൾ തന്നെ ഒരുപാടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരം ഒരുപാട് സംഘടനകൾ വരാനുണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ കയ്യിൽ, എല്ലാവരുടെയും കയ്യിൽ എന്തുണ്ട്? ഖുർആനുണ്ട്. എല്ലാവരുടെ കയ്യിലും എന്തുണ്ട്? അറിവുമുണ്ട്. പക്ഷേ 73 വിഭാഗമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 100ഓളം വിഭാഗമുണ്ടെങ്കിൽ, ഇവർ 100 പേരും ഇതിനെ 100 രീതിയിലാണ് മനസ്സിലാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ അർത്ഥം വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഖുർആന് തഫ്സീർ ഉണ്ട്. ഈ തഫ്സീറുകളെല്ലാം തന്നെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് തഫ്സീർ എന്ന് പറയാം. അതായത് അകക്കാമ്പ് എന്നുള്ളത് തഫ്സീർ എന്ന് പറയാം. അപ്പോൾ യഥാർത്ഥ പൊരുള് നമുക്ക് കിട്ടണമെങ്കിൽ ദൈവം സംസാരിച്ചിട്ടുള്ളത്, മാലാഖമാരുമായിട്ട് ദൈവം സംസാരിക്കുന്ന ഭാഷ ഏത് ഭാഷയാണ്? സുരിയാനി ഭാഷയാണ്. അപ്പോൾ ഈ സുരിയാനി ഭാഷയിലുള്ള ചില പദങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് പദങ്ങൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണ് സുരിയാനി ഭാഷയിൽ നിന്നുമുള്ളത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഞാൻ നേരത്തെ പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ വായിക്കാൻ ഉള്ള കഴിവ് വേണം. ആ കഴിവ് എന്താണ് എന്നുള്ളതൊക്കെ വളരെ വിശദമായിട്ട് ഞാൻ ഈ ഒരു വോയിസിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ മതങ്ങളിലും സത്യമുണ്ട്. ഓക്കെ, ദൈവം ഏകനാണ്. ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കാൻ പോകുന്ന ഈ സന്ദേശം നിങ്ങൾ വളരെ നല്ല രീതിയിൽ ഗ്രഹിക്കാനും പഠിക്കാനും റിസർച്ച് ചെയ്യാനും തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തെ കണ്ടെത്താൻ സാധിക്കും. അത് ഏത് മതവിഭാഗത്തിലുള്ള വ്യക്തികളാണെങ്കിൽ പോലും. എന്നെ കേൾക്കുന്ന വ്യക്തി ഒരുപക്ഷെ നിങ്ങൾ മുസ്ലിം ആയിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ ഹിന്ദു ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ക്രിസ്ത്യൻ ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് മതമില്ലായിരിക്കാം. പക്ഷേ ദൈവത്തിൽ വിശ്വാസമുണ്ടാകും. ആ ദൈവത്തെ കണ്ടെത്തുവാനുള്ള ഒരു വഴിയാണ് ഈ ഒരു വീഡിയോ വഴി ഞാൻ തുറന്നു തരുന്നത്.
അപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, എനിക്ക് ഇതെല്ലാം എവിടെ നിന്ന് കിട്ടി എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ, ഞാനിത് പറയാൻ യോഗ്യനാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ മനസ്സിലാക്കുക, എനിക്ക് അറിവുകൾ ഞാൻ ജനിച്ചപ്പോഴേ എൻ്റെ തലച്ചോറിലോട്ട് കയറിയിട്ടുള്ള കാര്യങ്ങളല്ല. നിങ്ങളെ പോലെ തന്നെ പഠിക്കാനും റിസർച്ച് ചെയ്യുവാനും മനസ്സിലാക്കുവാനും ഉള്ള കഴിവ്, എന്നിലുണ്ടായിരുന്ന കഴിവ് ഞാൻ ഉപയോഗപ്പെടുത്തുകയും എൻ്റെ ഗുരുവിനെ കണ്ടെത്തുകയും ആ ഗുരുവിലൂടെ എനിക്ക് കിട്ടിയ അറിവ് ലോകത്തിന് മുന്നിൽ ഞാൻ തുറന്നു കാണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. അപ്പൊ എൻ്റെ ഗുരു എനിക്ക് നൽകിയിട്ടുള്ള മാർഗനിർദ്ദേശമാണ് ഞാൻ നിങ്ങളിലോട്ടും എത്തിക്കാൻ ശ്രമിക്കുന്നത്. അല്ലാതെ ഞാൻ എൻ്റെ മൈൻഡിൽ നിന്നും എടുത്തിട്ടുള്ള കാര്യങ്ങളല്ല ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഇതുവരെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഒരു സ്റ്റെപ്പ് പോലും നിങ്ങൾക്ക് ക്ലാസ്സിലോട്ട് ഞാൻ പ്രവേശിച്ചിട്ടില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലോട്ട് പറഞ്ഞു തന്നെ. കാരണം ഇത്രയും കാര്യങ്ങൾ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾ പല ഭാഗങ്ങളിലായിട്ട് അവിടെ ഇവിടെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഇതിന്റെ ഭാഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾക്ക് പല ബുക്കുകളിൽ നിന്നും മുന്നേ ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഞാൻ പറയുന്നത് ദൈവീക ഗ്രന്ഥങ്ങളിലൂടെ ആയിരിക്കും ദൈവം സംസാരിച്ചിട്ടുള്ള, എന്താണ് ആ സന്ദർഭത്തിൽ ദൈവം സംസാരിച്ചത്, എന്താണ് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ നമുക്ക് പോയിന്റിലോട്ട് വരാം. കാരണം ഞാൻ നീട്ടി 15 മിനിറ്റോളം ഏകദേശം മുന്നിലോട്ട് വന്നു.